എല്ലാവർക്കും നമസ്കാരം, ശുഭരാത്രി. നാളെ അന്താരാഷ്ട്ര യോഗ ദിനമാണ്. ഓർക്കാൻ എപ്പോഴും ഒരു ദിവസമുള്ളത് നല്ലതാണ്. എപ്പോഴും ഓർമ്മയില്ലാത്തവരെ ഓർമ്മിപ്പിക്കാൻ ഒരു ദിവസം വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ എപ്പോഴും യോഗത്തിലായിരിക്കുന്നതാണ് നല്ലത് എന്നതാണ് സാധകരുടെ പക്ഷം. അപ്പോ സാധനയുടെ വഴി പോകുന്നവർക്ക് വേണ്ടി, സാധനയുടെ വഴി പോകാൻ ശ്രമിച്ചിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നവർക്ക് വേണ്ടി, സാധന എന്താന്ന് അറിയാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു പരിപാടി നമ്മളിവിടെ മുന്നോട്ട് വെക്കുന്നത്. അപ്പോ നമ്മുടെ വിഷയം ഇതാണ്: ചലിക്കാതെ ഇരുന്ന് യോഗധ്യാനങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ലേ എങ്കിൽ ചലിച്ചുകൊണ്ട് യോഗത്തിലാകാൻ അറിഞ്ഞാൽ മതി. യോഗവും ചലയോഗയും, ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. യോഗം എന്നത് യോഗമാർഗത്തിൽ എത്തുന്ന പലർക്കും പാഠങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ യോഗ എന്ന് മാത്രം കേട്ടിട്ടുള്ളവർക്ക് എന്താണ് യോഗം എന്നത് ഒരു പക്ഷേ അറിയില്ലായിരിക്കാം. അറിയുന്നവരുമുണ്ട്, അറിയാത്തവരും ഉണ്ടായിരിക്കാം. അപ്പോ അവർക്ക് വേണ്ടി ഉള്ള ആദ്യ പാഠം പറഞ്ഞിട്ട് ബാക്കിയുള്ളതിലേക്ക് കയറാം. യോഗം എന്നാൽ ചേർച്ച എന്നാണ് അർത്ഥം. പരസ്പരം ഒത്തുചേരൽ. എന്തുമായിട്ടാണ് ചേരുന്നത്? ഒരു കേവല സാധകനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരം, ജീവൻ, മനസ്സ്, ഇതെല്ലാം അതാതിൻ്റെതായ സ്വതന്ത്ര പദ്ധതികളിൽ മുന്നോട്ട് പോകുന്നുണ്ടാവും. ശരീരം വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല മനസ്സ് പോവുക, അല്ലെങ്കിൽ മനസ്സ് വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല ശരീരം പോവുക. ഇത് രണ്ടും പോലെ ആയിരിക്കില്ല ജീവന്റെ ഒഴുക്ക്. ഇപ്പൊ ശരീരം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന നമ്മുടെ ഭൗതിക രൂപമാണ്. നമുക്കറിയാവുന്നത് കേട്ടോ. നമുക്കറിയാത്ത ഒരു നമ്മൾ ഒരു പക്ഷെ ഉണ്ടാകാം. കുറച്ചു പേർക്ക് അത് അറിയാം, കുറച്ചു പേർക്ക് അത് അറിയില്ല. എന്താണെങ്കിലും നമുക്കറിയാവുന്ന നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ആണ് ഈ ക്ഷേത്രം ആയി നിൽക്കുന്നത്. ശരീരം ഒരു ക്ഷേത്രവും ശരീരത്തിനകത്തുള്ളത് ക്ഷേത്രജ്ഞനുമാണെന്ന് പറയുന്നത്. എന്താണ് ശരീരത്തിനകത്തുള്ളത്? ശരീരത്തിനകത്ത് എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ അകത്തെ അവയവങ്ങളെയല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. ശരീരത്തെ ചലിക്കാൻ പ്രേരിപ്പിക്കുന്ന, ശരീരത്തെ ശരീരമാക്കി നിർത്തുന്ന, ശരീരത്തിന്റെ കേടുപാടുകളെല്ലാം തീർക്കുന്ന ഒന്ന്. നമ്മൾ അതിനെ സാധാരണ ജീവൻ എന്നാണ് പറയുക. ജീവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യവസ്ഥയെ ഉരുവാക്കി സ്വയം പ്രവർത്തിപ്പിച്ച്, സ്വയം പരിചരിച്ച്, സ്വയം സംരക്ഷിച്ച്, സ്വയം വംശീകരിച്ചു പോകുന്ന പ്രതിഭാസമാണ്. ആ ജീവൻ എന്നുള്ള ഒന്നാണ് ഈ ശരീരത്തെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ശരീരത്തെ രൂപപ്പെടുത്തിയിട്ടുള്ളത് ശരീരത്തിന്റെ ഉപരി ശരീരം ആവശ്യപ്പെടുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. എന്താണ് ഈ ഉപരി ശരീരം? നമ്മുടെ ശരീരത്തിനകത്ത് കുറെ അവയവങ്ങളുണ്ടല്ലോ. ഇപ്പോ കൈകാലുകൾ, തല, കണ്ണ്, മൂക്ക്, ഇങ്ങനെയുള്ള പ്രകടമായിട്ടുള്ള അവയവങ്ങളും ഹൃദയം, കരൾ, കുടൽ, ശ്വാസകോശം തുടങ്ങിയ ആന്തരികമായി നിൽക്കുന്ന, വെളിയിൽ കാണാത്ത, പ്രകടമാകാത്ത അവയവങ്ങളും ഒക്കെ ചേർന്നിട്ട് നമ്മുടെ അകത്ത് ഉണ്ടല്ലോ. അതുപോലെ ഭൂമിയാകുന്ന, പ്രകൃതിയാകുന്ന ആ ഉപരി ശരീരത്തിന്റെ അകത്ത് ഒരു അവയവമാണ് നമ്മൾ. അപ്പോ ഉപരി ശരീരത്തിന്റെ ഒരാവശ്യത്തിനു വേണ്ടിയാണ്, എന്തോ ഒരു ആവശ്യത്തിനു വേണ്ടിയാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത്. ഏതുപോലെ എന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഹൃദയം ഉണ്ടായിട്ടുള്ളത്. എന്റെ ശരീരത്തിന്റെ ഒരാവശ്യത്തിന് വേണ്ടിയാണ് കരൾ ഉണ്ടായിട്ടുള്ളത്, ശ്വാസകോശം ഉണ്ടായിട്ടുള്ളത്, കൈകാലുകൾ ഉണ്ടായിട്ടുള്ളത് എന്നതുപോലെ
ഉപരിശരീരം എന്ന് പറയുമ്പോൾ പ്രകൃതി എന്നോ ഭൂമി എന്നോ തൽക്കാലം എടുക്കുക. ഭൂമിയുടെ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഉപശരീരമായിട്ടുള്ള ഞാൻ, ആ ഉപശരീരമായിട്ടുള്ള എന്റെ ധർമ്മം ഞാനല്ല തീരുമാനിക്കുന്നത്. എന്റെ ധർമ്മം തീരുമാനിച്ചിട്ടുള്ള എന്റെ ഉപരിശരീരമാണ്. അത് പ്രകൃതിയാണ്, ഭൂമിയാണ് എന്റെ ശരീരത്തിന്റെ ഉത്തരവാദിത്തം തീരുമാനിച്ചിട്ടുള്ളത്. ഹൃദയത്തിന്റെ ഉത്തരവാദിത്തം രക്തം പമ്പ് ചെയ്യുക എന്നുള്ളതാണ്. കൈയുടെ ഉത്തരവാദിത്തം മുൻപിലുള്ളതിനെ വകഞ്ഞു മാറ്റുക, മുന്നിലുള്ളത് എടുത്തു വായിലിടുക, ശരീരത്തെ പരിചരിക്കുക എന്നുള്ള കാര്യങ്ങളാണ്. കാലുകളുടെ ധർമ്മം എന്ന് പറയുന്നത് എന്റെ ശരീരത്തെ ചലിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോ ഓരോ അവയവത്തിനും ഓരോ ധർമ്മമുണ്ട് എന്നതുപോലെ ഉപരിവ്യവസ്ഥയായ ഭൂമിയുടെ പ്രകൃതിയുടെ ഒരാവശ്യത്തെ നിർവഹിക്കാൻ വേണ്ടിയാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോ ജീവൻ എന്റെ ശരീരത്തെ ഉരുവാക്കിയിട്ടുള്ളത് ഞാൻ എന്ത് ചെയ്യണമോ ആ ചെയ്യുന്നതിനനുസരിച്ചുള്ള ശേഷികളോട് കൂടിയാണ്. അതിനെയാണ് നമ്മൾ, ആ ശേഷികളാണ് നമ്മുടെ ആന്തരിക ശേഷികൾ, ഇന്റേണൽ ഫാക്കൽറ്റീസ് എന്ന് പറയുക. ഈ ഇന്റേണൽ ഫാക്കൽറ്റീസ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമ്മുടെ വാസനകൾ, അതിനനുസരിച്ചാണ് ചോദനകൾ. അപ്പോ ഇതാണ് നമ്മുടെ അകത്ത് കരുതി വെച്ചിട്ടുള്ള, പ്രകൃതി കരുതി വെച്ചിട്ടുള്ള കുറെ ശേഷികളുണ്ട്. ആ ശേഷികൾക്കനുസരിച്ചാണ് ഞാൻ എങ്ങോട്ട് പോകണം, ഏത് വഴിക്ക് പോകണം എന്നുള്ളതൊക്കെ നമുക്ക് പ്രകടമായിട്ട് അറിയുക. പക്ഷെ എങ്ങോട്ട് പോകണം, ഏത് വഴിക്ക് പോകണം, എന്താണ് നമ്മുടെ ഡെസ്റ്റിനി എന്നുള്ള കാര്യങ്ങൾ ഇവിടെ ഒന്നും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. ഇതിങ്ങനെ ആകാശത്ത് ഇങ്ങനെ നിൽക്കുക, നമ്മൾ ഏത് വഴിക്ക് പോകണം എന്നുള്ളത്. അപ്പോ അതിനുവേണ്ടി ഞാൻ എന്തൊക്കെയോ ചെയ്യേണ്ടതുണ്ട്. അപ്പോ ഭക്ഷണം വാരി വായിലിടുക എന്നുള്ളത് കൈയുടെ ധർമ്മമാണെങ്കിൽ ആ ധർമ്മം എന്നുള്ള കാര്യം നിർവഹിക്കുക എന്നുള്ളതാണ് കൈ ചെയ്യേണ്ടത്. അതുപോലെ ഉപരിവ്യവസ്ഥയായിട്ടുള്ള ഉപരി ശരീരമായിട്ടുള്ള ഭൂമിയുടെ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരാവശ്യത്തെ നിർവഹിക്കാനായിട്ട് ഞാൻ ഉണ്ടായിട്ടുള്ളപ്പോ ഞാൻ ചെയ്യേണ്ടുന്നത് ഉപരിവ്യവസ്ഥയ്ക്ക് ആവശ്യമായിട്ടുള്ളത് എന്തോ അതാണ്. അതിനെയാണ് ധർമ്മം എന്ന് പറയുക. ഈ ധർമ്മത്തെ അതാത് സമയങ്ങളിലാണ് നിർവഹിക്കേണ്ടത്. ഓരോ സമയങ്ങളിലാണ് നിർവഹിക്കേണ്ടത്. ഇപ്പോ ഭക്ഷണം കഴിക്കേണ്ട സമയത്താണ് ഭക്ഷണം കഴിക്കേണ്ടത്, വിസർജിക്കേണ്ട സമയത്താണ് വിസർജിക്കേണ്ടത്, വിസർജിക്കേണ്ട സമയത്ത് ഭക്ഷണം കഴിക്കുകയല്ല ചെയ്യുക. അപ്പൊ ഓരോന്നിനും ഓരോ സമയമുണ്ട്. ആ സമയം അത് അകത്തു നിന്ന് വരുന്ന ചോദനയാണെങ്കിലും പുറത്തു നിന്ന് വരുന്നുള്ള നിർദ്ദേശമാണെങ്കിലും ആ നിർദ്ദേശം വരുന്ന സമയത്താണ് അത് ചെയ്യേണ്ടത്. അപ്പൊ പുറത്തു നിന്നൊരു നിർദ്ദേശം വരുമ്പോൾ ആ നിർദ്ദേശത്തിനനുസരിച്ച്, അതായത് ഉപരിശരീരം നമ്മളോട് ആവശ്യപ്പെടും, എന്റെ ശരീരം എന്റെ കൈയോട് ആവശ്യപ്പെടും ഇന്നത് ചെയ്യൂ എന്ന്. അതുപോലെ ഉപരിശരീരം ഭൂമി എന്നോട് ആവശ്യപ്പെടും എന്ത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ എന്നോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളെ അറിയാൻ വേണ്ടിയാണ് എനിക്ക് ഇന്ദ്രിയങ്ങൾ തന്നിട്ടുള്ളത്. അപ്പോ എന്റെ ഇന്ദ്രിയങ്ങൾ വഴി ഞാൻ അറിയുന്നു ഞാൻ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ എന്റെ ഇന്ദ്രിയങ്ങൾ വഴി ഞാൻ അറിയുന്ന കാര്യങ്ങൾ എന്റെ മുന്നിൽ നിന്നും ഞാൻ എടുത്ത് എന്റെ ധർമ്മം എന്തോ അത് നടപ്പിലാക്കാൻ ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു, ചെയ്യേണ്ടതുണ്ട്. എന്ത് ചെയ്യണം, എവിടെ ചെയ്യണം, എത്ര ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. അപ്പോ ഒരു പ്ലാനിങ് പ്രോഗ്രാം നടത്തേണ്ടി വരും, ഒരു പ്ലാനിങ് നടത്തേണ്ടി വരും. അപ്പോ എന്റെ ശരീരം എന്താണോ ചെയ്യേണ്ടുന്നത് അത് ധർമ്മം. ആ ധർമ്മത്തെ എങ്ങനെ ചെയ്യണം, എത്ര ചെയ്യണം, എവിടെ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആസൂത്രണ പ്രക്രിയയുണ്ട്. ഈ ആസൂത്രണ പ്രക്രിയയുടെ പേരാണ് മനസ്സ്. അപ്പോ നമ്മൾ ആദ്യം പറഞ്ഞു ശരീരമെന്ന്, പിന്നെ ശരീരത്തെ രൂപപ്പെടുത്തിയ ജീവന്റെ കാര്യം പറഞ്ഞു. ജീവനാണ് ശരീരത്തെ രൂപപ്പെടുത്തിയത്. അപ്പൊ ജീവനാണ് ആദ്യം. അപ്പൊ ഇതിന്റെ ക്രമം അറിയണമെങ്കിൽ വേറെ കുറെ അപ്പുറത്തേക്ക് പോയി നോക്കിയാലേ അതിന്റെ ശരിയായ ക്രമം മനസ്സിലാവുള്ളൂ. പക്ഷെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ശരീരമാണെന്ന് നമ്മൾ ആദ്യം കരുതുക. അങ്ങനെ ഒരു കരുതലിൽ നിന്ന് തുടങ്ങുമ്പോഴാണല്ലോ എളുപ്പത്തിൽ മനസ്സിലാവുക. അപ്പൊ ശരീരം, ആ ശരീരത്തെ രൂപപ്പെടുത്തിയ ജീവൻ, ജീവൻ ശരീരത്തെ രൂപപ്പെടുത്തിയുള്ളത് അതിന്റെ ധർമ്മങ്ങൾ നിർവഹിക്കാൻ പാകത്തിലാണ്. കാല് താഴെയാണ് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് നടക്കാൻ പാകത്തിലാണ്. കൈകൾ മുകളിലാണ് വെച്ചിട്ടുള്ളത്, അത് കൈകൾ കൊണ്ട് പ്രവർത്തികൾ ചെയ്യാൻ പാകത്തിലാണ്. ഇങ്ങനെ ഓരോ തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാകത്തിൽ നമ്മുടെ ശരീരത്തിനകത്ത് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പൊ ആ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് ധർമ്മം. ധർമ്മത്തെ എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് അത് തീരുമാനിക്കുന്ന ആസൂത്രണ സംവിധാനത്തിന്റെ പേരാണ് മനസ്സ്. മനസ്സുപയോഗിച്ച് ധർമ്മത്തെ നടപ്പിലാക്കുമ്പോൾ അതാണ് കർമ്മമായി മാറുന്നത്. അപ്പൊ ധർമ്മം, കർമ്മം. അപ്പോ ശരീരം എന്താണോ ശരീരത്തിനനുസരിച്ചായിരിക്കണം ഈ മനസ്സിന്റെ പ്രവർത്തനം. മനസ്സ്
പല വഴിക്ക് ഇന്ദ്രിയങ്ങളിൽ പലതും കാണുന്നു. ഇപ്പോ എന്റെ മുന്നിൽ ഒരു പ്രത്യേക കാഴ്ച കാണുന്നു. എന്റെ മുന്നിൽ ഒരു പാമ്പ് വരികയാണ്. പാമ്പ് വരുന്ന സമയത്ത് അയ്യോ പാമ്പ്, ഞാൻ അതിനടുത്ത് പോകാൻ പാടില്ല എന്ന് എനിക്ക് മനസ്സിലാകുമ്പോൾ എന്നെ തിരിച്ചു നടത്തിക്കണം. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്നുള്ളൊരവസ്ഥയിൽ ഞാൻ അതിനോട് പൊരുതുകയോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് മാറുകയോ ചെയ്യുന്ന ഒരവസ്ഥ എന്നിൽ സൃഷ്ടിക്കുന്നത് മനസ്സാണ്. ഈ മനസ്സിന് ഓർത്തുവെക്കാനുള്ള ശേഷിയുണ്ട്. മനസ്സിന് പല കാര്യങ്ങളുണ്ട്. മനസ്സിന്റെ ഏറ്റവും മുമ്പിലുള്ള കാര്യം എന്താ? ഇന്ദ്രിയങ്ങളാണ്. മനസ്സ് എപ്പോഴും ഇന്ദ്രിയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് പ്രവർത്തിക്കുക. അപ്പോൾ ഇന്ദ്രിയങ്ങളിൽ നിന്നാണ് എന്റെ ചുറ്റുപാടിൽ എന്താണുള്ളത്, പ്രകൃതി ഇപ്പോൾ എന്താണ് എന്നോട് ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുന്ന ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ പ്രകൃതി ആവശ്യപ്പെടുന്ന കാര്യം കണ്ടാൽ ഉടനെ മനസ്സിലാവണമെങ്കിൽ ഇതിനു മുമ്പ് അത് കണ്ടു പരിചയം ഉണ്ടാവണം. എങ്കിലാണ് പെട്ടെന്ന് മനസ്സിലാവുക. അല്ലെങ്കിൽ വൈകും, അതെന്തെന്ന് മനസ്സിലാക്കി വരാൻ വൈകും. അപ്പോൾ ഇതിനു മുമ്പ് കണ്ടെന്ന ഓരോ കാഴ്ചയും ഞാൻ സംഭരിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് എന്റെ സ്മൃതി അല്ലെങ്കിൽ ഓർമ്മ എന്ന് പറയുന്നത്. ഞാനത് ഈ ഓർമ്മ എന്ന് പറയുമ്പോഴൊക്കെ എന്റെ ഈ ഇടതുവശം ആണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇടതുവശം ചൂണ്ടിക്കാണിക്കുന്നത് തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഈ ഒരു വശം ഓർത്തു വെക്കുക. അപ്പോൾ മുൻപിൽ ഇന്ദ്രിയങ്ങൾ ഇടതുവശത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിന്റെയോ നമ്മുടെ ശരീരത്തിന്റെയോ ഒന്നും ഇടതുവശത്തല്ല കേട്ടോ. ഞാൻ വിശദീകരണത്തിന്റെ സൗകര്യത്തിന് ഇടതുവശം കാണിക്കുന്നുവെന്ന് മാത്രം. അപ്പോൾ സ്മൃതികൾ ഇടതുവശത്തുണ്ടാകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ശരീരത്തിന് അതിന്റെ ജന്മസിദ്ധമായ ശേഷികളുണ്ടെന്ന്. ആ ശേഷികൾ എന്ന് പറയുന്നത്, ആന്തരിക ശേഷികൾ എന്ന് പറയുന്നത് അകത്താണുള്ളത്. ആന്തരിക ശേഷികൾ. അപ്പോ അകത്ത്, അത് ഞാനിങ്ങനെ പുറകോട്ട് കാണിക്കുന്നത് ആന്തരിക ശേഷികൾ. ഇനിയോ എന്റെ മുന്നിൽ ഇന്ദ്രിയങ്ങൾ ആവശ്യപ്പെട്ടു, ഇന്ദ്രിയങ്ങൾ വഴി ഞാൻ മനസ്സിലാക്കി പ്രകൃതി എന്നോട് ഇന്നത് ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്ന് മനസ്സിലായി. അപ്പൊ ആ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു ഭാവന എനിക്ക് ആവശ്യമാണ്. ഒരു പ്രത്യാശ എനിക്ക് ആവശ്യമാണ്. നാളെ ഇനി വരുന്ന സമയത്ത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു പ്രത്യാശ എനിക്ക് ആവശ്യമാണ്. ഇപ്പൊ വിശപ്പ് മാറുക എന്നത് സ്വാസ്ഥ്യത്തിന്റെ ഒരു അവസ്ഥയാണ്. അപ്പൊ വിശക്കുന്നു എന്നുള്ളൊരവസ്ഥയിൽ നിന്ന് വിശപ്പ് മാറുക എന്നൊരവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുപോകുവാൻ വിശപ്പ് മാറുക എന്ന പ്രത്യാശ എനിക്ക് ആവശ്യമാണ്. എങ്കിലാണ് അങ്ങോട്ട് പോകാൻ കഴിയുക. അപ്പോ ഈ അത്തരം കാര്യങ്ങളെ, ആ പ്രത്യാശകൾ, ഭാവിയെ കുറിച്ചുള്ള സങ്കല്പനങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ഈ വലതുവശത്ത് അല്ലെങ്കിൽ വലതുവശത്ത് കാണിക്കുന്നു. അപ്പോൾ ഇടതുവശത്ത് സ്മൃതികളുണ്ട്, മുൻവശത്ത് ഇന്ദ്രിയങ്ങളുണ്ട്, പുറകുവശത്ത് ശേഷികളുണ്ട്. ഇതിനെല്ലാം സാക്ഷിയായിട്ട് ഞാനെന്നുള്ള ഒരു ഓർമ്മ, ഞാനെന്നുള്ള ഒരു തോന്നൽ, ഞാനെന്നുള്ള തിരിച്ചറിവ്, ഒരു ബോധം ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ ഞാനെന്നുള്ള ബോധം ഇന്ദ്രിയങ്ങളെയും ഓർമ്മകളെയും ശേഷികളെയും പ്രത്യാശകളെയും ചേർത്ത് വെച്ച് ആസൂത്രണം ചെയ്ത് ശരീരത്തിന്റെ അവയവങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് കർമ്മങ്ങൾ. അപ്പോ ജീവൻ ഉണ്ടായത് പ്രകൃതിയുടെ ഒരു ആവശ്യത്തിനു വേണ്ടി, ആ ആവശ്യത്തിനു വേണ്ടി അത് ചുറ്റുപാടിൽ നിന്നും വേണ്ടുന്ന സാധനങ്ങളെ എടുത്ത് സ്വാംശീകരിച്ച് ശരീരമുണ്ടാക്കി ശരീരത്തെ പരിചരിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് കുറച്ച് ധർമ്മങ്ങൾ ചെയ്യാനുണ്ട്. ധർമ്മങ്ങൾ എവിടെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നുള്ള സമയാസമയങ്ങൾ ചെയ്യിപ്പിക്കുന്നത് അതിന്റെ ഒരു ആസൂത്രണ സംവിധാനമാണ്. ആസൂത്രണ സംവിധാനത്തിന്റെ പേരാണ് മനസ്സ്. ആസൂത്രണം ചെയ്ത് കഴിയുമ്പോൾ ആ ആസൂത്രണം വഴി നടപ്പിലാക്കുന്ന കാര്യത്തെയാണ് നമ്മൾ കർമ്മം എന്ന് പറയുക. അപ്പോൾ ഞാൻ ഒരു കർമ്മം ചെയ്യുകയാണ്. ഞാൻ ചെയ്യേണ്ടുന്നത്, ഇപ്പോ ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു മാന്തോട്ടത്തിൽ നിന്നും 10 മാങ്ങ എടുക്കാനുള്ള അനുമതി എനിക്ക് കിട്ടി. എന്റെ നിയോഗം, എന്റെ ധർമ്മം, എന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് 10 മാങ്ങ എടുക്കലാണ്. അപ്പോ എന്നെ അവിടേക്ക് എന്റെ യജമാനൻ പറഞ്ഞു വിട്ടത് 10 മാങ്ങ ഈ ബാഗിലാക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ 10 മാങ്ങ എടുക്കാനായിട്ട് അവിടേക്ക് പോകുന്നു. ഞാൻ 10 മാങ്ങ എടുത്ത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്റെ ധർമ്മം പൂർത്തീകരിച്ചു. പിന്നെ അവിടെ എനിക്ക് അതിന്റെ പേരിൽ ഒരു ബാധ്യതയും ഇല്ല. ഞാൻ 10 മാങ്ങ എടുക്കാനുള്ള ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് 5 മാങ്ങ എടുത്തിട്ട് പോയാൽ അപ്പൊ കർമ്മങ്ങൾ പൂർത്തീകരിച്ചില്ല. അപ്പോ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ 10 മാങ്ങയ്ക്ക് പകരം 5 മാങ്ങയല്ലേ എടുത്തത്, ഇനി 5 മാങ്ങ കൂടെ എടുത്തു കൊണ്ടുപോകാ എന്ന് പറഞ്ഞ് യജമാനൻ പറഞ്ഞു വിടും. അപ്പോ ഒരിക്കൽ ഒരു കർമ്മം ചെയ്യുന്ന സമയത്ത് കർമ്മം പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ കർമ്മബാധ്യത, കർമ്മഋണത എന്നൊരു കാര്യം അവിടെ വന്നു ചേരും. ഇനി അഥവാ നമ്മള് ചിലപ്പോഴൊക്കെ ചെയ്യുന്നത്, നമ്മൾക്ക് ചെയ്യാൻ പറഞ്ഞ പണിക്കും അപ്പുറത്ത് ചിലത് പോയി നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? 10 മാങ്ങ എടുക്കേണ്ടടുത്ത് 15 മാങ്ങ എടുത്ത് ബാഗിലിട്ടു. അപ്പോ നമ്മൾ അതുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ, നിന്നോട് 10 മാങ്ങയല്ലേ കൊണ്ടുവരാൻ പറഞ്ഞത്, എന്തിനാണ് 5 കൊണ്ടുവന്നത് അധികമായിട്ട്? അത് നീ തിരിച്ചു കൊണ്ടുവച്ചിട്ടുക എന്ന് പറയും യജമാനൻ. അപ്പൊ തിരിച്ചു കൊണ്ടുവയ്ക്കാൻ നമ്മൾ പോകേണ്ടി വരും. അതിനു മുമ്പേ ചിലപ്പോൾ ചിലത് സംഭവിക്കാം.
5 മാങ്ങ കൂടുതൽ എടുത്തില്ലേ, നിന്നോട് ആരാണ് എടുക്കാൻ പറഞ്ഞതെന്ന് ഈ തോട്ടത്തിന്റെ ഉടമ ചിലപ്പോൾ പറഞ്ഞു വരും. അപ്പോൾ അധികമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ മോഷണമായിട്ട് കരുതി ചിലപ്പോൾ പ്രഹരമേൽക്കേണ്ടി വരും. അപ്പോ കർമ്മ ആധിക്യം, കർമ്മ ബാധ്യതകൾ നമ്മൾ ഏറ്റെടുക്കുകയാണ്. അധിക കർമ്മങ്ങൾ നമ്മൾ ചെയ്യുകയാണ്. ധർമ്മത്തെ അതിന്റെ രൂപത്തിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ കർമ്മ ഋണതയോ കർമ്മ ബാധ്യതയോ ഉണ്ടാവില്ല, കർമാധിക്യങ്ങൾ ഉണ്ടാവില്ല. അഥവാ നമ്മൾ ധർമ്മം എന്നുള്ളത് തെറ്റി ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. അപ്പോൾ ധർമ്മം തെറ്റി ചെയ്യാതിരിക്കണമെങ്കിൽ എന്ത് വേണം? കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ധർമ്മം എന്തോ അത് അറിഞ്ഞ് ചെയ്യണം. അപ്പൊ മനസ്സ് ശരീരത്തോടും ധർമ്മത്തിനോടും ചേർന്ന് നിൽക്കണം. ധർമ്മത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? വാസനകളുടെയും ചോദനകളുടെയും ഒക്കെ വിളികളിൽ നിന്നാണ്. നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന വാസനകളുണ്ട്, നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ചോദനകളുണ്ട്. നമ്മുടെ മുന്നിൽ ഒരു കാഴ്ച കണ്ടു, പ്രകൃതി നമ്മളോട് ആവശ്യം മുന്നോട്ട് വെച്ചു എന്ന് മനസ്സിലാക്കി. ആ മനസ്സിലാക്കുന്നതിനോട് നമ്മൾ പക്വമായിട്ട് ഇടപെട്ടാൽ വേണ്ടത് മാത്രമേ ചെയ്യൂ, വേണ്ടതിലധികം ചെയ്യാൻ പോകില്ല. നമ്മൾ ഹൈപ്പർ ആക്റ്റീവ് ആണ്, നമുക്ക് രജോ ഗുണം കൂടി ഹൈപ്പർ ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടുന്ന കാര്യത്തിനേക്കാളും കൂടുതൽ ചെയ്യും. നമ്മൾ തമോ ഗുണത്തിലാണെങ്കിലോ നമ്മൾ ചെയ്യേണ്ട കാര്യം പോലും ചെയ്യില്ല. അപ്പോൾ കർമ്മ ഋണത വരും. അപ്പോൾ കർമ്മ ആധിക്യം വരിക എന്നുള്ളത് നമ്മൾ ഹൈപ്പർ ആക്റ്റീവ് ആണ്. രജോ ഗുണം കൂടി കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥ വരും. ഈ അധികമായി ചെയ്യേണ്ടി വന്നാൽ, നമ്മൾ കർമ്മബാധ്യതകൾ അധികമായി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ കർമ്മം അഴിച്ചു കളയാനുള്ള, അധിക കർമ്മം ചെയ്തതിന്റെ ബാധ്യതകൾ, ഉത്തരവാദിത്തങ്ങൾ, ആ 5 മാങ്ങയുടെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. അതിനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ശാരീരിക ബുദ്ധിമുട്ടുണ്ടാവും, മാനസികമായ ബുദ്ധിമുട്ടുണ്ടാവും, ആത്മീയമായ ബുദ്ധിമുട്ടുണ്ടാവും, സാങ്കേതികമായ, സാമൂഹികമായ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാവും. കുറവ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ തന്നെ കേട്ടോ, അത് വേറൊരു രൂപത്തിലാവുന്നേ ഉള്ളൂ. എന്താണെങ്കിലും ഈ ബുദ്ധിമുട്ടുകളാവും. കർമ്മം എന്നുള്ള ഒരു കാര്യം ധർമ്മത്തിന് അതീതമായിട്ടുള്ള ഒരു കർമ്മം ചെയ്താൽ നമ്മൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കേണ്ടി വരും. അത് അസുഖമായിട്ട് വരാം, ശാരീരിക പ്രശ്നങ്ങളായിട്ട് വരാം, പല രൂപത്തിൽ വരാം. അപ്പോൾ ജീവിതത്തിന് നമുക്കുണ്ടാവുന്ന ദുഃഖങ്ങൾക്കും ഭാരങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒക്കെ കാരണമാകുന്നത് ഈ അധിക കർമ്മങ്ങളോ അല്പകർമ്മങ്ങളോ ആണ്. ധർമ്മത്തെ കർമ്മമായിട്ട് തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഈ ബാധ്യത ഉണ്ടാവില്ല, നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവില്ല, ദുഃഖങ്ങൾ ഉണ്ടാവില്ല, ദുരിതങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ എന്നിട്ടും നമുക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും വന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം നമുക്ക് ധർമ്മമായി കിട്ടിയതിനും അപ്പുറത്തുള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്യുള്ളൂ. കാരണം അതിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? മനസ്സ്. ഈ മനസ്സിനെ ശരീരത്തിനോടും ധർമ്മത്തിനോടും പരിസ്ഥിതിയോട് അല്ലെങ്കിൽ പരിസരത്തോട് ചേർത്ത് നിർത്തുമ്പോൾ അതൊരു ലൈനിൽ വരുന്ന സമയത്ത് നമ്മൾ ഈ ഗ്രഹണം ഉണ്ടാകുന്നത് പോലെ, ഗ്രഹണത്തിൽ എന്താ സംഭവിക്കുക? ഗ്രഹണത്തിൽ സൂര്യൻ, ചന്ദ്രൻ, ഭൂമി ഇത് മൂന്നും ഒരു നേർരേഖയിൽ വരും, അപ്പൊ ഗ്രഹണം സംഭവിക്കും. അതിനു മുമ്പ് ഇവർ ചലിക്കുന്നുണ്ട്, പക്ഷെ ഒരു രേഖയിൽ വരുന്ന സമയത്ത് അത് ഗ്രഹണമായി മാറും. അപ്പോൾ ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, അല്ലെങ്കിൽ ഭൂമി, ചന്ദ്രൻ, സൂര്യൻ, ഇത് ക്രമം മാറും, പക്ഷെ നേർരേഖ എന്നുള്ളൊരു അവസ്ഥ വരും. ആ നേർരേഖയിലാകുന്ന സമയത്ത് കാര്യങ്ങൾ സംഭവിക്കും. അതുപോലെ ധർമ്മം, ജീവൻ, ശരീരം, മനസ്സ്, കർമ്മം ഇതെല്ലാം ഒരു രേഖയിലാവുന്ന സമയത്ത് നമുക്ക് സ്വാസ്ഥ്യം ഉണ്ടാവും, ബാധ്യതകൾ ഉണ്ടാവില്ല, ദുഃഖങ്ങൾ ഉണ്ടാവില്ല. അപ്പോ നമ്മൾ ഇതിൽ നിന്നെല്ലാം മുക്തി നേടുന്നൊരവസ്ഥയിലെത്തി. അപ്പോ ശരീരം, മനസ്സ്, ജീവൻ, ധർമ്മം, കർമ്മം ഇവയെല്ലാം ഒരു രേഖയിലാകുന്ന ഒരവസ്ഥ. അപ്പൊ ഇവയെല്ലാം കൂടെ കൂടിച്ചേരുന്ന ഒരവസ്ഥയാണ് നമ്മൾ യോഗം എന്ന് പറയുന്നത്. ധർമ്മം, കർമ്മം. ഇപ്പൊ ധർമ്മവും കർമ്മത്തിനെയും കൈകാര്യം ചെയ്യുന്ന ആള് മനസ്സ്. ഈ മനസ്സുണ്ടല്ലോ, മനസ്സിലെ വിചാരങ്ങൾ, ഓർമ്മകൾ കൊണ്ട് വിശകലനത്തിൻ്റെത് ഒക്കെ ആയിട്ടുള്ള കുറെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ആ പ്രവർത്തന സംവിധാനം അതായത് പ്രധാനമായിട്ടും ഓർമ്മകളും ആ പ്രവർത്തനങ്ങളുണ്ട്. ഈ പ്രവർത്തനങ്ങളെ എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ചിത്തം എന്ന് വിളിക്കുക സാധാരണ. ചിത്തത്തിന്റെ വൃത്തി, ഈ മനസ്സിന് കാരണമാകുന്ന ചിത്തത്തിന്റെ പ്രവൃത്തി, ആ പ്രവൃത്തി നിരോധിക്കുന്ന അവസ്ഥയാണ് യോഗം എന്ന് യോഗകാരൻ പറയുന്നുണ്ട്. ചിത്തവൃത്തി നിരോധ എന്ന് പറയുന്നു. അപ്പൊ ചിത്തത്തിന്റെ ചലനങ്ങളെ, ആ അനാവശ്യമായിട്ടുള്ള അനക്കങ്ങളെ ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ചെയ്യാനുള്ള കാര്യങ്ങളെയാണ് യോഗകാരൻ അഷ്ടാംഗ യോഗം എന്ന രീതിയിൽ ഇവിടെ നിവർത്തി വെച്ചിട്ടുള്ളത്.
അഷ്ടാംഗയോഗം. അഷ്ടം എന്ന് വെച്ചാൽ 8 അംഗങ്ങളുള്ള യോഗം എന്നുള്ളത്. ഇവിടെ വന്നിട്ടുള്ള പലർക്കും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നല്ല ധാരണയുള്ളവരാണ്. എങ്കിലും ഇത് ഇനി കാണാൻ പോകുന്ന വീഡിയോ കാണാൻ പോകുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നതെന്ന് കൂട്ടിക്കോളും. അപ്പോ 8 അംഗങ്ങളുള്ള ഒരു അവസ്ഥയാണ് യോഗം. ആ 8 അംഗങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് യോഗം ഉണ്ടാവുക എന്നാണ് യോഗകാരൻ പറയുന്നത്. അപ്പോ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധ്യാനം, ധാരണ, സമാധി, ധാരണാധ്യാനം, സമാധി, അങ്ങനെയും ഒരു ക്രമം പറയുന്നുണ്ട്. എന്താണെങ്കിലും നമുക്ക് ഈ ഒരു ക്രമമുണ്ടല്ലോ, 8 അംഗങ്ങളുടെ ഒരു ക്രമമുണ്ട്. ആ 8 അംഗങ്ങളുടെ ക്രമത്തിലൂടെ കടന്നു പോകുന്നതിനെയാണ് യോഗം എന്ന് പറയുന്നത്. ആ യോഗത്തില് യമമെന്നും നിയമമെന്നും പറയുന്ന 2 ഘട്ടങ്ങളുണ്ട്. അതായത് സാമൂഹ്യമായിട്ടുള്ള ഒരു ഒതുക്കം. നമ്മൾ ഈ പൊതു കാര്യങ്ങളിലെല്ലാം വല്ലാണ്ട് ഇടപെടുമല്ലോ. ആ പൊതു കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ അതിലൊരു ഒതുക്കം, അതിൽ ധാർമ്മികമായിട്ടുള്ള ഒരു ക്രമം കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് യമം എന്ന് പറയുന്നത്. അഹിംസ, സത്യം എന്ന് പറയുന്ന അഹിംസ, ഒന്നിനെയും ഉപദ്രവിക്കാതിരിക്കുക, സത്യം പാലിക്കുക, മറ്റുള്ളതിനെ മോഷ്ടിക്കാതിരിക്കുക, അസ്തേയം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ബ്രഹ്മചര്യം സൂക്ഷിക്കുക, ഒന്നിനെയും സ്വന്തമാക്കി സൂക്ഷിക്കാതിരിക്കുക, അപരിഗ്രഹം, മറ്റുള്ളവയുടെ സ്വത്തിന് അല്ലെങ്കിൽ മറ്റുള്ളവയുടെ അവകാശത്തിൽപ്പെട്ടവയെ സ്വന്തമാക്കി വെക്കാതിരിക്കുക, അപരിഗ്രഹം, പരിഗ്രഹിക്കാതിരിക്കുക. ഇതാണ് യമം എന്ന് പറയുന്നത്. അത് സാമൂഹ്യമായിട്ടുള്ള അച്ചടക്കമാണ്. മറ്റുള്ളവയിൽ നിന്നും ഇപ്പൊ സമൂഹം നമുക്കൊരു സമാധാനം വേണമെങ്കിൽ സമൂഹത്തിന്റെ സമൂഹമായിട്ട് കൂട്ടിയിടില്ലാണ്ട് പോകണമല്ലോ. അപ്പൊ അത് സൂക്ഷിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. രണ്ടാമത്തതാണ് നിയമം എന്ന് പറയുന്നത്. നിയമം എന്നുള്ള പദം നിങ്ങൾക്ക് അറിയാമല്ലോ. നിയമം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി സൂക്ഷിക്കുന്ന നിയമങ്ങളാണ്. നമ്മുടെ ശരീരത്തിന് വേണ്ടി, നമ്മുടെ ശരീരത്തിനും മനസ്സിനും വ്യക്തിത്വത്തിനും വേണ്ടി സൂക്ഷിക്കുന്ന കാര്യങ്ങളാണ്. സ്വയം നിയന്ത്രണം, സ്വയമുള്ള അച്ചടക്കമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതില് പ്രധാനപ്പെട്ടത് ശൗചമാണ്. ശുചിത്വം സൂക്ഷിക്കുക. ശരീരത്തിന്റെ അകത്തും പുറത്തും, വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ശുചിത്വം സൂക്ഷിക്കുക. മനസ്സിലും ഒക്കെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സൂക്ഷിക്കാതിരിക്കുക, ആവശ്യമില്ലാത്തതെല്ലാം കളഞ്ഞുകൊണ്ടിരിക്കുക, വേണ്ടാത്തത് എടുക്കാതിരിക്കുക. അതാണ് ശൗചം എന്ന് പറയുന്നത്. അല്ലാതെ കുളിച്ചു കുറിതോടുന്ന പരിപാടിയല്ല. മനസ്സിലും ശരീരത്തിലും ശുചിത്വം സൂക്ഷിക്കുക എന്നുള്ളത്. രണ്ടാമത്തത് സന്തോഷം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൽ സന്തോഷം കണ്ടെത്തുക. ആവശ്യമുള്ളത് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ സന്തോഷം ഉണ്ടാവും. ആവശ്യമില്ലാത്ത ചെയ്താൽ സന്തോഷം പോകും. ഇപ്പൊ കുറ്റബോധമില്ലാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുറ്റം ചെയ്യാതിരിക്കുക. അതുപോലെ സന്തോഷമായിരിക്കണമെങ്കിൽ സന്തോഷം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ. അതുപോലെ തന്നെ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ചെയ്യുന്നതിൽ പൂർണ്ണ സമർപ്പണത്തോടു കൂടി ചെയ്യുക. അതാണ് തപസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്തു പോകുന്നത് നമ്മുടെ ചുറ്റുമുണ്ടാവുന്ന കാര്യങ്ങൾ, നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന മാറ്റങ്ങൾ, നമ്മുടെ ഉള്ളിലുള്ള പരിവർത്തനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സ്വയം നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതാണ് സ്വാധ്യായം എന്ന് പറയുന്നത്. സ്വയം അധ്യയനം ചെയ്യുന്ന ഒരവസ്ഥ. അവനവനെ കുറിച്ചുള്ള പഠനമാണ്. അവനവന്റെ പരിസരത്തെക്കുറിച്ചുള്ള, അവനവന്റെ ആത്മത്തെക്കുറിച്ചുള്ള പഠനമാണ്. ആ പഠനത്തിന് നിരീക്ഷണമാണ് വേണ്ടത്. സാക്ഷി ആവുകയാണ് വേണ്ടത്. അതുപോലെ പ്രകൃതിയോട്, പരിസരത്തോട്, ഈശ്വരനോട്, ഈശ്വരീയത്തോട്, ജീവനോട് ആ ഈശ്വര പ്രണിധാനം ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് ആ പ്രകൃതിയുടെ ആ വിശുദ്ധമായ പ്രവർത്തന സംവിധാനത്തോട് സമർപ്പണം ഉണ്ടാവുക എന്നുള്ളതാണ് നിയമമായിട്ട് പറയുന്നത്. അപ്പോൾ യമവും നിയമവും 2 ഘട്ടങ്ങളാണ്. അഷ്ടാംഗയോഗത്തിലെ 2 ഘട്ടങ്ങളാണ്. ഈ 3ാമത്തെ ഘട്ടമായിട്ട് വരുന്നതാണ് ആസനം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാൽ ഈ ആസനത്തിനെയാണ് യോഗയായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. അത് യോഗത്തിലെത്താനുള്ള അഷ്ടാംഗ യാത്രകളിൽ ഒരു ഘട്ടം, 3ാമത്തെ ഘട്ടം. നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഒരിടത്ത് ഇരിക്കാൻ കഴിയണം, ശാന്തമായി ഇരിക്കാൻ കഴിയണം. ആ ഇരിക്കുന്നതിനെയാണ് ആസനം എന്ന് പറയുന്നത്. ആ ഇരുത്തം എന്നുള്ള അവസ്ഥ കിട്ടാൻ വേണ്ടിയാണ് ആസനങ്ങൾ പാലിക്കുന്നത്. കാരണം ആസനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിടത്ത് ഇരിക്കാൻ പറ്റുക വെച്ചാൽ എങ്ങനെയാണ്, ആർക്കാണ് അങ്ങനെ ഒരിടത്ത് ഇരിക്കാൻ പറ്റുക? സ്വാസ്ഥ്യമുള്ളവന്, ശരീരത്തിന് അവിടെ എവിടെയും ചൊറിച്ചിലുള്ളവന് ഒരിടത്ത് ശാന്തമായിട്ട് ഇരിക്കാൻ കഴിയില്ല. ശരീരത്തിന്റെ ജോയിന്റുകളിലൊക്കെ പെയിനുള്ളവന്റെ ഒരിടത്ത് ശാന്തമായിട്ട് ഇരിക്കാൻ കഴിയും. അപ്പോ ശരീരത്തിന് സ്വാസ്ഥ്യം ഉണ്ടാവണം. ആ സ്വാസ്ഥ്യം ഉണ്ടാവണമെങ്കിൽ ശരീരത്തിന്റെ ഘടകങ്ങളെല്ലാം കൃത്യമായിട്ട് പ്രവർത്തിക്കണം. ആ പ്രവർത്തനം സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടോ? അത് കഴിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യോഗം എന്നുള്ളതിന് ആസനങ്ങൾ ചെയ്യുന്നത്.
അപ്പോൾ ആസനം ചെയ്തു, നമ്മൾ ആസനം ചെയ്തു. ആസനത്തിലൂടെ കടന്നുപോയി നമുക്ക് അവിടെ തിരിക്കാനാകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് പരിസരത്തു നിന്നും കയറി വന്ന് ശരീരത്തെ നിയന്ത്രിക്കുന്ന, ശരീരത്തിന് വേണ്ടുന്ന പ്രവർത്തന ചാലകത്വം നൽകുന്ന പ്രാണനെ നമ്മൾ എടുത്തുപയോഗിക്കാൻ തുടങ്ങും. അതിനു മുമ്പ് നമ്മൾ ശ്വസിക്കുന്നുണ്ട്, സാധാരണ രീതിയിൽ ശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോ അതിനെ അറിഞ്ഞ് വേണ്ടും വിധത്തില് കൈകാര്യം ചെയ്ത് അതിന്റെ മുകളിൽ ഒരു കൈകാര്യക്ഷമത ഉണ്ടാക്കിയെടുക്കുന്നു. അതാണ് പ്രാണായാമം എന്ന് പറയുന്നത്. ഈ 4 കാര്യങ്ങളും നമുക്ക് നല്ലൊരു ഗുരുവിന്റെ സാമീപ്യത്തിൽ നമുക്ക് ചെയ്ത് പഠിച്ചെടുക്കാൻ പറ്റുന്നത്. അത്രയും ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള ഒരു ലേണേഴ്സ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞു. പിന്നെ അങ്ങോട്ട് പോവാം. പിന്നെ എങ്ങനെയാ പോവുക? പിന്നെയുള്ള പോക്കിലാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ നിന്ന്, നമ്മുടെ അനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും, അനുചിതമായ കാര്യങ്ങളിൽ നിന്നുമൊക്കെ പിന്തിരിഞ്ഞ് ഉള്ളിലേക്ക് വലിയുന്ന ആ ഒരു പ്രോസസ്സാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങളെയും പ്രവർത്തനങ്ങളെയും എല്ലാം, കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും ഉള്ളിലേക്ക് വലിക്കാൻ പഠിപ്പിക്കുക. അതായത് മറ്റു കാര്യങ്ങളെ കൊണ്ട് അനാവശ്യമായിട്ട് തലയിടുന്നതിൽ നിന്നും ഊരാനുള്ള ഒരു ശീലം ഉണ്ടാക്കുക. ആ ശീലം എന്ന് പറയുന്നത് ചിന്തകളിൽ നിന്നും നമ്മൾ ഉരണ്ടി വരും. മറ്റു കാര്യങ്ങളിൽ അനുചിതമായി ഇടപെടുന്നതിന്റെ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ജീവിതത്തിന്റെ ധർമ്മങ്ങളിൽ നിന്നും മാറി. ഇപ്പോ സ്വന്തം കുഞ്ഞിന്റെ ഒരു ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഇടപെടണ്ടെന്നല്ല ഈ പറയുന്നത്. നമ്മൾ അത് ഇടപെടേണ്ടി വരും. അതല്ല, അനുചിതമായി നമ്മൾ ചെയ്യുന്നതിൽ നിന്നൊക്കെ പിന്മാറി വരാം. ജീവിതത്തിലെ ചലനങ്ങൾ ഉണ്ടാകും. ആ ചലനങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മുഴുവനിട്ട് ആട്ടിപ്പായിക്കുന്നത് ഒഴിവാക്കി നമ്മൾ ഫ്രീ ആകാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രത്യാഹാരം, പിന്തിരിഞ്ഞ് പോകൽ, റിട്രീറ്റ് ആണ്. അതിനുശേഷമാണ് നമ്മൾ ഒരു ശാന്തസ്ഥലിയിലേക്ക് എത്താൻ പാകത്തിലുള്ള ധാരണ ഉണ്ടാക്കുന്നത്. അത് ചിലർ ധാരണ എന്നുള്ളത് ധ്യാനത്തിന് ശേഷം പറയാറുണ്ട്. ഇപ്പൊ തൽക്കാലത്തേക്ക് ധാരണ എന്നുള്ള രീതിയിൽ എടുക്കുക. അത് നമ്മളിപ്പോ ഒരു മന്ത്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയാ ഒരു വിഗ്രഹത്തിലോ അല്ലെങ്കിൽ ശ്വാസത്തിലോ അല്ലെങ്കിൽ ഒരു ജ്വാലയിലോ അല്ലെങ്കിൽ ഒരു ആശയത്തിലോ ഒരു മനസ്സിലുണ്ടാവുന്ന ഒരു ചിത്രത്തിലോ ഒക്കെ നമ്മൾ ധാരണ വെച്ച് നമ്മൾ അതിനകത്തേക്ക് ലയിച്ചു നിൽക്കുന്നതായിട്ടുള്ള സങ്കല്പനമാണ് ധാരണ. ധാരണ ചെയ്തു വരുന്ന സമയത്ത് ഈ ഞാനാണിതെല്ലാം കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള ഒരവസ്ഥ നമ്മളിൽ നിന്നും പോയി ഞാനും എന്റെ അകത്തെ ലോകവും, ഞാനും എന്റെ ശരീരവും, ഞാനും എന്റെ ശരീരത്തിന് പുറത്തുള്ള പ്രകൃതിയും, അല്ലെങ്കിൽ ഞാനും എന്റെ ചുറ്റുപാടുമുള്ളതും എന്നുള്ള വേർതിരിവില്ലാതെ എല്ലാം സമമായി അനുഭവമാകുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവും. ഇതിനെയാണ് നമ്മൾ ധ്യാനം എന്ന് പറയുക. കണ്ണടച്ചിരിക്കല് അല്ലെങ്കിൽ ഏതെങ്കിലും ചാൻഡിങ് കേൾക്കല് അല്ല. അതെല്ലാം ധ്യാനത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള ധാരണകളാണ്. നമ്മൾ പലതരം ധാരണകളാണ്. ഇത് ധ്യാനമല്ല. ധ്യാനം എന്ന് പറയുന്നത് ഞാൻ എന്നുള്ള ഭാവത്തെ പൂർണ്ണമായും വെടിയാൻ കഴിയുമ്പോൾ നമ്മിൽ സംഭവിക്കുന്നതാണ് ധ്യാനമെന്ന്. അതിനുമപ്പുറത്തേക്ക് എത്തുന്ന സമയത്ത് ആണ് നമുക്ക് എല്ലാ വിധത്തിലുള്ള അറിവുകളിലും എല്ലാ വിധത്തിലുള്ള ദുഃഖങ്ങളിലും ഒക്കെ വിടുതൽ നേടി നമ്മൾ സമമായ ധീയിലേക്ക്, സമമായ അറിവിലേക്ക്, സമമായ ജ്ഞാനത്തിലേക്ക്, പരിസരവുമായി ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് യോഗത്തിലാകാൻ കഴിയുക. ആ യോഗത്തെയാണ് നമ്മൾ സമാധി എന്ന് പറയുന്നത്. അത് പലതരം സമാധികളുണ്ട്. നമ്മളിപ്പോ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോ ഈ വിധത്തില് ആണ് നമ്മൾ സമാധിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ 8 അംഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മിൽ സംഭവിക്കുന്ന ഏകതാനതയാണ്, പ്രകൃതിയോട്, പരിസ്ഥിതിയോട്, ഈശ്വരീയത്തോട് ഉണ്ടാകുന്ന ഏകതാനതയാണ് യോഗം എന്ന് പറയുന്നത്. അല്ലാതെ ഈ 3ാമത്തെ ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞ കൈകാലുകൾ പൊക്കുക, താഴ്ത്തുക, ശരീരത്തിന്റെ ജോയിന്റുകളൊക്കെ അണക്കുക എന്നുള്ള ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രക്രിയയല്ല. അതായത് യോഗാഭ്യാസം എന്ന് പറയുന്ന പ്രക്രിയയല്ല യോഗ. യോഗം എന്ന് പറയുന്നത് ഈ ചേർച്ചയാണ്. ശരീരവും മനസ്സും പ്രകൃതിയും. ഇനി അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഈശ്വരനെ സങ്കല്പിക്കാൻ കഴിയുമെങ്കിൽ ഈശ്വരനും അകത്തും പുറത്തുമുള്ള ഈശ്വരന്റെ ആ നേർരേഖയിൽ വരുന്ന യോഗാവസ്ഥയാണ് യോഗം എന്ന് പറയുന്നത്. അതിനെ അഷ്ടാംഗ യോഗം എന്ന് പറയുന്നത്. ഇനി ഈ യോഗത്തിൽ എത്തുക എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ അതുമായി ചേർച്ചയിലാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളൊരിടത്ത് ഫ്രീ ആയിട്ട് ഇരിക്കണം.
ഇരുന്ന് നമുക്ക് ഈ യോഗാവസ്ഥയിലേക്ക് എത്താൻ പാകത്തിൽ മനസ്സ് ഒതുങ്ങണം. നമ്മുടെ പ്രവൃത്തികൾ ഒന്നും ചുറ്റുപാടുമായിട്ട് ഇടപെടാതിരിക്കണം. ഇന്ദ്രിയങ്ങളൊന്നും ഇടപെടാതെ നിൽക്കണം. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇത് ചെയ്യാൻ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ അപ്പ ലോകത്തുള്ള സർവ്വ ഓർമ്മയും കിട്ടും. നമ്മുടെ ജീവിതത്തിൽ ഏറിയ പങ്കും സമയം ഉറങ്ങുന്ന സമയത്തല്ലാതെ ബാക്കി സമയത്ത് മുഴുവൻ നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ശരീരം ചലിക്കുന്നുണ്ട്, മനസ്സ് ചലിക്കുന്നുണ്ട്, നമ്മുടെ ആന്തരിക ഇന്ദ്രിയങ്ങൾ ചലിക്കുന്നുണ്ട്, ചലിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ചലിച്ചുകൊണ്ടേയിരിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് നിശ്ചലതയിലാവണം, സമത്തിലാവണം, ശാന്തിയിലാവണം, നമ്മള് ഇന്ദ്രിയങ്ങളിൽ നിന്ന് പിൻവലിയണം എന്നൊക്കെ. എന്നിട്ട് എത്ര പേർക്ക് അത് കഴിയുന്നുണ്ട്? വളരെ ചുരുക്കം ആളുകൾക്കാണ് ഇത് കഴിയുന്നത്. അപ്പോ ഈ ഇന്ദ്രിയങ്ങളിൽ നിന്നും പിന്മാറുന്ന, ചിന്തകളിൽ നിന്നും പിന്മാറുന്ന, ചിത്തവൃത്തികളിൽ നിന്നും പിന്മാറുന്ന, ജീവിതാനുഭവങ്ങളിൽ നിന്നും പിന്മാറി നിൽക്കുന്ന ഒരവസ്ഥ അത്ര എളുപ്പമല്ല. മാത്രമല്ല, ചലിക്കാതിരിക്കുന്ന സമയം നമ്മുടെ ജീവിതത്തിൽ വളരെ കുറവുമാണ്. ഉറങ്ങുന്ന സമയത്ത് മാത്രമാണ് അല്പമെങ്കിലും ചലിക്കാതിരിക്കുന്നത്. ബാക്കി സമയത്ത് മുഴുവൻ ശരീരമോ മനസ്സോ ചലിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ചലിക്കാതിരിക്കുന്ന വേറെ ചില സമയങ്ങളുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഒരു വാഹനം ഓടിക്കുകയാണ്. വാഹനം വളരെ വേഗത്തിൽ ഓടിക്കുക. വളരെ വേഗത്തിൽ ഓടിക്കുന്ന സമയത്ത് നമുക്ക് മറ്റൊന്നും ആലോചിക്കാൻ സമയമില്ല. നമ്മൾ പൂർണ്ണമായിട്ടും ആ വാഹനം ഓടിക്കുന്നതിൽ ശ്രദ്ധാലുവായിരിക്കും. വേഗത്തിൽ ഓടിക്കുന്ന സമയത്ത് പതുക്കെ പാട്ടും പാടി ഓടിക്കുന്ന കാര്യമല്ല പറഞ്ഞിട്ടോ, സ്പീഡിൽ ഓടിക്കുന്ന സമയത്ത്. നമ്മുടെ വീടിന്റെ മുറ്റത്ത് അല്ലെങ്കിൽ വീടിന്റെ സൈഡിൽ ഒരു തീപിടുത്തം ഉണ്ടായി. അപ്പൊ അവിടേക്ക് വെള്ളം നമുക്ക് എത്തിക്കണം. വെള്ളം എത്തിക്കാനായിട്ട് നമ്മൾ കിണറ്റിൽ പോയി വെള്ളം കോരുന്ന ഒരു കോരലുണ്ടെന്നിരിക്കട്ടെ. കിണറ്റിൽ പോയി വെള്ളം കോരുകയാണ്. നമ്മൾ ധൃതിയിൽ വെള്ളം കോരി ഈ വെള്ളം അവിടെ കൊണ്ട് എത്തിക്കുക എന്നുള്ള ആ ഒരു ധർമ്മത്തിലേക്ക് ബദ്ധശ്രദ്ധരായിരിക്കും. ആ സമയത്ത് നമ്മൾ മറ്റൊന്നും ആലോചിക്കില്ല. ആലോചിക്കാൻ സമയമില്ല. നമ്മൾ അതിന്റെ അപകടത്തെക്കുറിച്ചോ മറ്റു ബുദ്ധിമുട്ടുകളെ കുറിച്ചോ ഒന്നും നമ്മൾ ആലോചിക്കില്ല. കാരണം നമ്മൾ അതിനകത്തുണ്ടെങ്കിൽ, നമ്മൾ ആ ചെയ്യുന്ന പ്രക്രിയയിൽ ഉണ്ടെങ്കിൽ, നമ്മൾ അതിന് പൂർണ്ണമായിട്ട് ലയിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേറൊന്നും ചിന്തിക്കേണ്ടി വരില്ല. അവിടെ ചിത്തവൃത്തി നിരോധിക്കപ്പെടുന്നുണ്ട്. വേഗത്തിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ നിയോഗിക്കപ്പെടുന്നുണ്ട്. നമ്മൾ കഠിനമായൊരു മലയിലേക്ക് കയറി പോവുകയാണ്. നമ്മൾ പൂർണ്ണമായിട്ടും റിസ്കി ആയിട്ടുള്ള ആ ഒന്നിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. വേറൊന്നും നമുക്ക് ആലോചിക്കാൻ സമയം ഉണ്ടാവില്ല, ആലോചിക്കാൻ കഴിയില്ല. നമ്മൾ അതിൽ തന്നെ ആയിരിക്കും. ഇതിലും കൂടുതൽ ഭംഗിയായിട്ട് ഒരു കവിത എഴുതുന്ന ഒരാളുടെ ഉള്ളിൽ നിന്നും ഒഴുകി വരുന്ന, ബുദ്ധി കൊണ്ട് എഴുതുന്ന കവിതയല്ല കേട്ടോ, ഒഴുകി വരുന്ന ഒരു കവിതയാണെങ്കിൽ ആ കവിതയുടെ എഴുത്തിന്റെ സമയത്ത് അയാൾ ചിത്തവൃത്തികളെ ഒഴിവാക്കിയിട്ടുള്ളതാണ്. ആ ഒഴുക്കിലാണ് അയാൾ ഉണ്ടാവുന്നത്. ഒരമ്മ ഹൃദയപൂർവ്വം പാചകം ചെയ്യാണ്. അമ്മ അതിനകത്ത് ലയിച്ചിരിക്കുകയാണ്. അപ്പോ ആ ലയം ഉണ്ടാവുന്നത് യോഗത്തിലാവുന്നത്. നല്ലപോലെ പാട്ട് പാടുന്ന ഒരാൾ പാടുന്ന സമയത്ത് അയാൾ അതിൽ ലയിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. നല്ലപോലെ നൃത്തം ചെയ്യുന്ന ഒരാൾ നൃത്തത്തിലായിരിക്കുമ്പോഴും ലയത്തിലാവുകയാണ് ചെയ്യുക. അപ്പോ ഈ നമ്മൾ പറയുന്ന യോഗത്തിന്റെ മാർഗത്തിലേക്ക് ഈ അഷ്ടാംഗ യോഗങ്ങളെയും കടത്തി നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ധാരണയുടെ ഒരു തലം വരുന്നുണ്ടല്ലോ. അതായത് മന്ത്രത്തിലേക്ക്, ശ്വാസത്തിലേക്ക്, വിളക്കിലേക്ക്, അങ്ങനെ എന്തിലേക്കും നമ്മൾ ശ്രദ്ധയെ കേന്ദ്രീകരിച്ച് നിർത്തുന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ ധ്യാനത്തിലേക്ക് വഴുതി വീഴുന്നത്. അതിനുവേണ്ടിയാണ് ഇത്തരം ശ്രമങ്ങളെല്ലാം നടത്തുന്നത്. അഷ്ടാംഗയോഗത്തിലെ 6ാമത്തെയും പ്രക്രിയ, ഈ 5 കാര്യങ്ങളും കഴിഞ്ഞ് 6ാമത്തെ പ്രക്രിയയിലേക്ക് എത്തുന്ന സമയത്താണ് നമ്മൾ ശരിക്കും പറയാൻ ധ്യാനത്തിന് അല്ലെങ്കിൽ ഈ യോഗത്തിന് സജ്ജമാകും. ഈ അവസ്ഥ നല്ല രീതിയിൽ പ്രവൃത്തി ചെയ്ത മുഴുവൻ ആളുകളും അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ ആ വിധത്തില് ചലിച്ചുകൊണ്ട് ധ്യാനത്തിലേക്ക് കയറി ചെല്ലുന്ന ഒരു മാർഗമുണ്ട്. അതായത് നിശ്ചലതയിൽ ഇരുന്നു കൊണ്ട് ധ്യാനത്തിലേക്ക് ചെല്ലുന്നതിന് പകരം ചലനാത്മകമായ ശരീരത്തെ, ചലനാത്മകമായ മനസ്സിനെ ചലിച്ചുകൊണ്ട് തന്നെ ഈ യോഗത്തിലേക്ക് എത്തിക്കുന്ന ഒരു മാർഗമുണ്ട്. അതിനെയാണ് ചലധ്യാനം എന്ന് പറയാം. ചലയോഗം എന്നും പറയാം. യോഗത്തിലാവുന്ന സമയത്ത് ചലയോഗം, അതിലേക്കുള്ള മാർഗമാണ് ചലധ്യാനം. ചലിച്ചുകൊണ്ട് തന്നെയാകുന്ന ഒരവസ്ഥ. ഈ ചലിച്ചുകൊണ്ട് എന്നുള്ളത് നമ്മൾ ഓരോ പ്രക്രിയയിലൂടെ കടന്നു പോവുകയാണ്. ഇപ്പോ നമ്മുടെ നാട്ടിലെ ഈ റിച്വൽസ് ഒക്കെ ഇല്ലേ, അമ്പലത്തിലെ റിച്വൽസ് ഒക്കെ ഉണ്ടല്ലോ, ഈ റിച്വൽസിലേക്ക് നമ്മൾ വളരെ ആകൃഷ്ടരായി അവിടെ നിൽക്കാറുണ്ട് അല്ലെ. എങ്ങനെയാണ് നമ്മൾ അവിടെ നിൽക്കാൻ നമുക്ക് കഴിയുന്നത്?
ആ നടക്കുന്ന പ്രക്രിയയുടെ മുകളിൽ നമുക്ക് എന്തോ ഒരു പ്രതീക്ഷയുണ്ട്, ഒരു പ്രത്യാശയുണ്ട്. നമ്മൾ അതിൽ നിന്നും നമ്മളെന്തോ അതിൽ നിന്നും കരുതുന്നുണ്ട്, അതിൽ നമ്മളെന്തോ അനുഭവിക്കുന്നുണ്ട്, നമ്മൾ അതിനകത്ത് ലയിച്ചിരിക്കുകയാണ്. ആ ലയം നമുക്കുണ്ടാവുന്ന സമയത്ത് നമ്മൾ ആ ആചരണത്തില്, ആ സെറിമണിയിൽ നമ്മൾ അങ്ങനെ ലയിച്ചു ചേരുന്നു. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ അതിനകത്തേക്ക്, നമ്മൾ ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ ലയിച്ചാൽ മതി. നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനകത്ത് ലയിക്കുന്നു. ഇത് ഏറ്റവും നന്നായി സമൂഹങ്ങളിൽ നടപ്പിലായിരുന്നത് ഗോത്ര നൃത്തങ്ങളിലാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മലയാളിക്ക് വലിയ പരിചയമില്ലാത്തൊരു കാര്യമാണ് എന്തോ ഗോത്ര നൃത്തം എന്നുള്ളത്. കാരണം മലയാളി ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അതിന്റെ ആ താളത്തിനനുസരിച്ച് തുള്ളുന്നതിന് പകരം കൈകെട്ടി ഇങ്ങനെ നിൽക്കും. നീ വേണേ കളിച്ചോ, ഞാൻ നോക്കട്ടെ, നീ എത്ര വരെ കളിക്കുന്നു ഞാൻ നോക്കട്ടെ എന്നുള്ള ഭാവത്തിലാണ് ഇരിക്കുക. അതേസമയം നമ്മൾ ഈ കേരളത്തിന്റെ അതിര് വിട്ടപ്പുറത്തേക്ക് പോയാൽ, അല്ലെങ്കിൽ കേരളത്തിന്റെ തന്നെ ഗോത്രങ്ങളുടെ ഇടയിലേക്ക്, ആദിവാസി ഗോത്രങ്ങളുടെ ഇടയിലൊക്കെ കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഇവിടം വിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലയിടങ്ങളിലും പാട്ട് കേട്ട് കഴിഞ്ഞാൽ മിക്കവാറും സംസ്കൃതികളിലെ മനുഷ്യരെല്ലാവരും തന്നെ ഒരുമിച്ച് ചേർന്ന് ആ പാട്ടിന്റെ താളത്തിനൊപ്പം നൃത്തം ചെയ്യുക, ശരീരത്തെ ചലിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ഗോത്രങ്ങളിലെല്ലാം അന്നും ഇന്നും നിലകൊള്ളുന്ന രീതിയാണ്. ആ ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ഈ ആളുകളെല്ലാം തമ്മിൽ യോഗത്തിലാവുകയാണ് ചെയ്യുന്നത്. ആ പരിസരവും അത് ചെയ്യുന്ന ആളുകൾ തമ്മിൽ യോഗത്തിലാവുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെ നമ്മൾ ഈ യോഗത്തിന്റെ വഴിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനുവേണ്ടി ഈ യോഗമാർഗത്തിൽ, അഷ്ടാംഗ യോഗമാർഗത്തില് പ്രാണായാമത്തിന്റെ ചില ചുവടുകളെ ശ്വാസവുമായി ചേർത്തുകൊണ്ട്, ചലനവുമായി ചേർത്തുകൊണ്ട്, ശരീരചലനങ്ങളും പരിസര ചലനങ്ങളുമായിട്ട് ചേർത്തുകൊണ്ട് വെച്ചിട്ടുള്ള പലവിധ മുറകൾ ഒരുപാട് ആളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ആദ്യം ഉണ്ടാക്കിയ ആള് ശിവഗുരു തന്നെ. യോഗം ആദ്യമായി പ്രാക്ടീസ് ചെയ്ത ശിവയോഗി തന്നെയാണ് അതും ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. അതിലേറ്റവും പ്രബലമായിട്ടുള്ള ഒന്നാണ് ശിവനാട്ടം. നിങ്ങൾ ഈ ശിവതാണ്ഡവം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ശിവതാണ്ഡവം ഒക്കെ ശിവനാട്ടയുടെ ഒരു തുടർച്ചയാണ്. ശിവതാണ്ഡവം എന്നുള്ളത് ഒരു പ്രത്യേക സങ്കല്പത്തിന്റെ പുറത്തുണ്ടാവുന്നത്. ശിവനാട്ട എന്നുള്ളത് കൃത്യമായിട്ട് ഒരു പ്രാക്ടീസാണ്. ശരീരത്തിലെ ഊർജത്തെ ഉണർത്തുന്ന ആ ഊർജയന്ത്രങ്ങളിലൂടെ ശരീരത്തെ ചലിപ്പിച്ചുകൊണ്ട്, പലതരത്തിൽ ശരീര ചലനങ്ങൾ നിർത്തിക്കൊണ്ട് ആ ചലനത്തിലൂടെ മനസ്സിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. മനസ്സിന് വേറെ എങ്ങും പോകാൻ നിവൃത്തി ഉണ്ടാവില്ല. ഈ ചലനങ്ങളിൽ ശ്രദ്ധിക്കുന്നതിലൂടെ, ചലനത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതിലൂടെ, അതിനകത്തേക്ക് ലയിക്കുന്നതിലൂടെ ആയിത്തീരുന്ന ഒരവസ്ഥയാണ്. ഇത് പല മാർഗങ്ങളിലും, ഇപ്പോ താവോ ട്രഡീഷനില്, സൂഫി ട്രഡീഷനില്, ജാപ്പനീസ് ട്രഡീഷനുകളില് ഒക്കെ പല ട്രഡീഷനുകളിലും ഈ ഒരു രീതി ശ്വാസവും ചലനവും ഒക്കെ ചേർത്തുകൊണ്ട് ധ്യാനത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരവസ്ഥയുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ ഈ അഷ്ടാംഗ യോഗത്തിന്റെ പ്രാക്ടീസിലൂടെ, ആഴത്തിലൂടെ പോകുന്നവര്, ഹഠയോഗത്തിന്റെ വഴിയിലൂടെ പോകുന്നവര് കുണ്ടലിനി നൃത്തം എന്ന രീതിയിൽ ഉപയോഗിക്കുന്നത്. ഈ കുണ്ടലിനി നൃത്തം എന്ന രീതിയിൽ ഇന്ത്യയിൽ പ്രചാരത്തിലുള്ള കാര്യം ഓഷോ പ്രചരിപ്പിക്കുന്ന ഒന്നാണ്. അത് ഗുർജിഫ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. തായ്ചി പോലുള്ള സംവിധാനങ്ങളിൽ ഇതുപോലെ ചലിക്കുന്നതിലൂടെ നമ്മൾ അതിനോട് യോഗത്തിലാകുന്ന ഒരവസ്ഥ ഉണ്ട്. ചിഗോങ്ങില് ഉണ്ട്. അപ്പോ ലോകത്തെ ആധ്യാത്മിക സാധനകളിൽ പലയിടത്തും ധാരണയിലെത്താനായിട്ട് ചലയോഗത്തെ ഉപയോഗിക്കുന്നുണ്ട്. നിശ്ചല യോഗം എന്ന് പറയുന്നത് നമ്മളിവിടെ ഈ ഒരു ട്രഡീഷന്റെ, സ്കൂൾ ഓഫ് തോട്ടിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോകുന്നതാണെങ്കിൽ, ചലയോഗം എന്ന് പറയുന്നത് ഇതിന്റെ ആഴങ്ങളിലേക്ക് പോകാൻ ശേഷിയുള്ള ആളുകൾ, ഈ പരിചയമുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ്. മാത്രമല്ല, ഇരുന്ന് ഈ ധ്യാനിക്കാനും, ഇരുന്ന് ചിന്തിക്കാനും, ഇരുന്ന് ഈ വഴിയിലൂടെ പോകുവാനും ബുദ്ധിമുട്ട് പോകുന്ന ആളുകൾക്ക്, ഇരിക്കുന്ന സമയത്ത് ശരീരത്തിന് ഇരിപ്പുറയ്ക്കുന്നില്ല, ചിന്തകൾക്ക് ഒതുക്കമില്ല, ഇങ്ങനെ വരുന്ന ആളുകൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ധ്യാനമാണ്. ചലിച്ചുകൊണ്ട് ധ്യാനത്തിലേക്ക് പോകുന്ന, ധാരണയിലേക്ക് പോകുന്നൊരവസ്ഥ. ധ്യാനത്തിലേക്ക് തനിയെ വിധന്ന് വീഴുകയാണ് ചെയ്യുക. ചലിച്ചുകൊണ്ട് ധാരണയിലേക്ക് ചെല്ലുന്നൊരവസ്ഥ. ഇതാണ് ചലധ്യാനം എന്ന് പറയുന്നത്. ഒളിമ്പസ് അതിനെ ഈ ശിവനാട്ടയിൽ നിന്നും, കുണ്ടലിനി നൃത്തത്തിൽ നിന്നും, ചിഗോങ്ങിൽ നിന്നും, തായ്ച്ചിയിൽ നിന്നും ഒക്കെ, സൂഫി പ്രാക്ടീസുകളിൽ നിന്നും ഒക്കെ എടുത്തുകൊണ്ട്, ദിക്ർ പോലുള്ള കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവയെ ഏകീകരിച്ചുകൊണ്ട് വർഷങ്ങളായിട്ട്, ഏതാണ്ട് 10-31 വർഷങ്ങളായിട്ട് നമ്മൾ പല രൂപത്തിൽ ഇത് പ്രയോഗിച്ചു വരുന്നു. ആ പ്രയോഗങ്ങളെ എല്ലാം ചേർത്തുകൊണ്ടാണ് നമ്മൾ ചയോഗ സാധന എന്ന പേരിൽ ഒരു സാധനാക്രമം ഉണ്ടാക്കിയിട്ടുള്ളത്.
അതായത് ഇത് ശരീരത്തിന്റെ ഇരുത്തിക്കൊണ്ടുള്ള ആ ഒരു ധ്യാന പരിപാടിക്ക് പകരം വളരെ കൃത്യമായിട്ട് ഒരു ചലനക്രമത്തിലൂടെ കൊണ്ടുപോയി ശരീരത്തിന്റെ ഊർജമണ്ഡലങ്ങളെല്ലാം ഉണർത്തി ശരീരത്തിന്റെ ഈ ആസനമൊക്കെ ചെയ്യുമ്പോൾ ശരീരത്തിന്റെ പ്രവാഹങ്ങളെല്ലാം കൃത്യമായിട്ട് വരുമല്ലോ. ഈ പ്രവാഹങ്ങളെല്ലാം ചെയ്ത് ശരീരത്തിന്റെ അകത്ത് ഒതുക്കമുണ്ടാക്കി, അത് നമ്മൾ കൂട്ടമായിട്ടാണ് ചെയ്യുക, ഒറ്റയ്ക്ക് ചെയ്യാം അല്ലെങ്കിൽ കൂട്ടമായിട്ട്. അപ്പോൾ ചുറ്റുപാടുമായിട്ട് നമ്മൾ ആ യമം കൊണ്ടുവന്ന് എന്നുവെച്ചാൽ മറ്റുള്ളവയെ വേദനിപ്പിക്കാതെ മറ്റുള്ളവയെ തട്ടിക്കാണ്ട് വേണം കൊണ്ടുപോകാം. അപ്പൊ യമം നടപ്പിലാകും. നമ്മുടെ ശരീരത്തിന് ഒതുക്കം കൊണ്ടുവന്നാൽ മാത്രമേ ഇത് നടപ്പിലാവുള്ളൂ. അപ്പോൾ നിയമം വരുന്നു. ആസനം എന്ന് പറയുന്നത് ആ ശരീരത്തിന്റെ ആ പ്രവാഹങ്ങൾ, ശരീരത്തിന്റെ പ്രവാഹങ്ങളെല്ലാം കൃത്യമായി പോകുമ്പോൾ മാത്രം സാധിക്കുന്ന അവസ്ഥയാണ് ആസനം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ആസനസ്ഥനാവാൻ പാകത്തിലുള്ള യോഗത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നു. അതിനുശേഷം അതിന്റെ ഒപ്പം തന്നെ അതിന്റെ ഒപ്പം പ്രാണചലനങ്ങളെ കൊണ്ടുവരുന്നു, പ്രാണായാമം എന്നുള്ളത് കൊണ്ടുവരുന്നു. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമൊക്കെ ചുറ്റുപാടും നോക്കി, നമ്മളെ ഇൻസ്ട്രക്ട് ചെയ്യുന്ന ആളെ നോക്കി, ചുറ്റുപാടുമുള്ളവർ ചെയ്യുന്നതൊക്കെ നോക്കി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതൊന്നും അറിയാതെ നമ്മൾ ചെയ്തു തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാം. അപ്പോൾ പ്രത്യാഹാരത്തിലേക്ക് വരുന്നു. ഒടുവിൽ നമ്മുടെ ഈ ചലനങ്ങൾ മാത്രമാണ് നമുക്ക് കേന്ദ്രമാകുന്നത് എന്നൊരവസ്ഥയിൽ നമ്മൾ ധാരണയിലേക്ക് എത്തുന്നു. ഈ ധാരണയിലൂടെ പോകുന്ന ആളുകളിൽ പലർക്കും, നമ്മൾ ആയിരക്കണക്കിന് ആളുകൾക്ക് നമ്മളത് കൊടുത്തിട്ടുണ്ട്. സ്ഥിരമായിട്ട് ചെയ്യുന്നവർ വളരെ കുറച്ച് പേരേ ഉള്ളൂ. പക്ഷെ നമ്മളിത് നമ്മുടെ ക്യാമ്പുകളിൽ, നമ്മുടെ പ്രോസസ്സുകളിൽ നമ്മളിത് കൊടുക്കാറുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ, 1000 അല്ല 10,000 ആളുകൾക്ക് നമ്മൾ ഇത്തരം കാലങ്ങൾ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒന്നിലധികം തവണ പ്രാക്ടീസ് ചെയ്യുന്ന പല ആളുകൾക്ക് ഈ ഒരു പ്രാക്ടീസ് കഴിയുമ്പോഴേക്കും തന്നെ ധാരണയുടെ ഒരു അനുഭവം ഉണ്ടാകാറുണ്ട്. അതായത് അതിലെ സ്റ്റെപ്പുകളെല്ലാം അറിയണം. സ്റ്റെപ്പ് ഒന്നിലധികം തവണ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇതിൽ എന്തെല്ലാം ചുവടുകളുണ്ട്, ആ ചുവടുകളിലൂടെ എല്ലാം പോകാൻ നമുക്ക് കഴിയണം. അതിൽ സംശയം ഇല്ലാതെ ഇപ്പൊ ആചാര്യൻ നമ്മൾക്ക് പറഞ്ഞു കാണിച്ചു തരുന്ന, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ആളെ നോക്കാതെ, അവരെ ആശ്രയിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത്, നമുക്ക് തനിയെ ചെയ്യുന്ന സമയത്ത് ശരീരത്തിന് ഒരു ഒഴുക്ക് വരും. ആ ഒഴുക്കിലായിരിക്കുന്ന സമയത്ത് മിക്കവർക്കും എന്ന് വെച്ചാൽ ഒരു 70-80% ആളുകൾക്കും ഈ ഒരു അനുഭവം, യോഗാനുഭവം ഉണ്ടാകുന്നതായിട്ടാണ് നമ്മുടെ അനുഭവം. അപ്പൊ ഇതിനെയാണ് ചയോഗ സാധന എന്ന് പറയുന്നത്. ചയോഗ സാധന എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ പ്രാക്ടീസ് ചെയ്ത 35 മിനിറ്റോളം നീളം വരുന്ന 13 കാര്യങ്ങൾ വെച്ചിട്ടാണ്, 13 ചുവടുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഇത് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഈ 13 എന്നുള്ളത് യൂട്യൂബില് നമ്മുടെ വീഡിയോകളായിട്ട് അവിടെ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടവർക്ക് പോയി കാണാം. അപ്പോൾ അത് ഗുരുവന്ദനം മുതൽ നാഡിശുദ്ധി പ്രാണായാമം മുതൽ അഷ്ടാംഗയോഗത്തിൽ നിന്ന് എടുത്തിട്ടുള്ള പലതും നമ്മൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ വൈബ്രേറ്റോ എന്ന് പറയുന്ന ഗുർജിഫിന്റെ ഒരു രീതി, ശീതളിയും ഒക്കെ ചിഗോങ്ങും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രാക്ടീസ്, ഇതെല്ലാം ചെയ്തുകൊണ്ടാണ് പിന്നെ 4 സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒളിമ്പസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള കോർട്ടക്കാർവിന്റെ ഒരു സ്റ്റെപ്പിലേക്ക് കയറുന്നത്. അതോടുകൂടി നമ്മുടെ എനർജി വോർട്ടക്സുകൾ ഇങ്ങനെ ഇളകി തുടങ്ങും, അത് പ്രവർത്തിച്ചു തുടങ്ങും. ആ പ്രവർത്തനത്തിൽ നിന്നാണ് നമ്മൾ പതുക്കെ നമ്മുടെ ബോധത്തിന്റെ കേവലമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്നും നമ്മൾ എലിവേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ പരിസരവുമായിട്ടുള്ള നമ്മുടെ ഏകദാനാവസ്ഥയിലേക്ക്, നമ്മൾ യോഗത്തിലാകുന്ന ആ ഒരു ഏകധാരയിലാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരിക. അപ്പോ അത്തരമൊരു ധ്യാനാവസ്ഥ നമുക്ക് സാധ്യമാണ്. ഒളിമ്പസ് അത് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒളിമ്പസിന്റെ വഴിയിലല്ല വരാൻ തോന്നുന്നത് എങ്കിൽ നല്ല താളവും മനസ്സിനെ രഞ്ജിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു ശാന്തമായ സംഗീതം എടുക്കുക. ആ ഒരു സംഗീതത്തിനൊപ്പം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും ഒരുമിച്ച് ചലിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഒരു നൃത്തം ആവിഷ്കരിക്കുക. അത് സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ എപ്പോഴും ഏതെങ്കിലും ഒരു ദിശയ്ക്ക് നോക്കി നിന്നിട്ട്, പ്രത്യേകിച്ചും വടക്ക് ദിശയിലേക്ക് നോക്കി നിന്ന് വേണം ചെയ്യാൻ. 2, നമ്മുടെ ശരീരചലനങ്ങളിൽ നമ്മൾ വെക്കുന്ന ചുവടുകളെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന്റെ മധ്യഭാഗത്തിനും അപ്പുറത്തേക്ക് കടന്നു പോകാൻ പാകത്തിലായിരിക്കണം. അതായത് ഇപ്പൊ വലം കൈ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, വലം കൈ കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പ്രയോഗം നടത്തുന്നുണ്ടെങ്കിൽ ആ വലത് കൈ ഇടതുവശത്തേക്ക് പോകണം. ഇടത് കൈ വലതുവശത്തേക്ക് പോകണം. നമ്മുടെ ചലനങ്ങളെല്ലാം ഇങ്ങനെ ആയിരിക്കണം. 3, ചലിക്കുന്ന സമയത്തെല്ലാം തന്നെ നമ്മുടെ ഓരോ ചലനവും നമ്മുടെ ശ്വാസക്രമവുമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട്, ഏകീകരിച്ചുകൊണ്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ചുവടുകൾ ചെയ്യുന്ന സമയത്ത് ശരീരത്തിലെ എല്ലാ ജോയിന്റുകൾക്കും ഇളക്കം തട്ടുന്നതായിരിക്കണം.
ഇളക്കം തട്ടി അതിന്റെ ആയാസം പോയി അനായാസമായിട്ടുള്ള രീതിയിൽ ചെയ്യുന്ന ഒരു ഒഴുക്കിലേക്ക് നമ്മൾ വന്നു ചേരുമ്പോൾ പിന്നെ തുടർന്ന് ചെയ്യുന്ന ചെയ്തികളുടെ ഒരു സമയത്ത് നമ്മൾ ഈ പറയുന്ന അറ്റ്യൂൺമെന്റിലേക്ക്, യോഗത്തിന്റെ ആദ്യ പടിയിലേക്ക്, ഏകതാനതയിലേക്ക് നമ്മൾ എത്തിച്ചേരും. അത് നമ്മൾ കണ്ണടച്ചിരുന്ന് ധ്യാനിച്ച് ശീലിക്കുന്ന ഒരു അവസ്ഥയൊന്നും അല്ല. ആ അവസ്ഥയിലല്ല നമ്മൾ എത്തുക. നമ്മൾ ഇത് അറിയാതെ തന്നെ നമ്മൾ അവിടേക്ക് എത്തും. ഇത് അധിക കാലം വേണ്ട, വളരെ പെട്ടെന്ന് നമുക്കിത് എത്താൻ കഴിയും. അപ്പോൾ യോഗമാർഗത്തിലൂടെ പോകാൻ ആസനങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നവർ, അതിനുവേണ്ടി ദീർഘകാലം കാത്തിരിക്കുന്നവരും ഈ ഒരു മാർഗത്തിലൂടെ പോവുകയാണെങ്കിൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഈ അവസ്ഥയിലേക്ക് എത്താൻ കഴിയും. ഉറപ്പായിട്ടും അതെത്തുന്ന ആളുകൾ, അതിലേക്ക് എത്തുന്ന ആളുകൾ എന്ന് പറയുന്നത് മനസ്സുകൊണ്ട് അതിനുവേണ്ടി പാകപ്പെട്ടവരായിരിക്കും. അല്ലെങ്കിൽ അത്തരക്കാർക്ക് ഇത് ചെയ്യാൻ കഴിയുള്ളൂ, അല്ലാത്തവർക്ക് ചെയ്യാൻ ഇത് കഴിയില്ല, അല്ലെങ്കിൽ അവരതിലെത്തില്ല. അങ്ങനെയാണ് പ്രകൃതിയുടെ ഒരു ഘടന. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വഴിയിലേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ യോഗാവസ്ഥയിലേക്ക്, ചലധ്യാനത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് എത്താൻ കഴിയും. അതിനുള്ള എളുപ്പത്തിലുള്ള മാർഗമാണ് ഞങ്ങൾ ഇവിടെ പറയുന്ന യോഗ സാധന എന്നുള്ളത്. താല്പര്യമുള്ളവർക്ക് അതിലൊക്കെ പങ്കെടുക്കാം. എല്ലാ ദിവസവും രാവിലെ ഓൺലൈനായിട്ട് ഞങ്ങളിവിടെ 3-4 പേര് ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വളരെ കുറച്ച് പേര് ഓൺലൈനായിട്ട് ഇത് ചെയ്യുന്നു. താല്പര്യമുള്ളവർക്ക് അതിന്റെ കൂടെ കൂടാം. നിങ്ങൾക്ക് അതിന്റെ വീഡിയോ കണ്ടിട്ട് അതിന്റെ കൂടി ചെയ്യാം. അതല്ലാത്തവർക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ യോഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ആസനങ്ങൾ ചെയ്യേണ്ടെന്നല്ല പറയുന്നത്. ആസനങ്ങൾ ചെയ്തിട്ടും ഒരിടത്ത് ഇരുന്നിട്ടും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഫലം കിട്ടുന്നില്ല എങ്കിൽ ചലധ്യാനത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അതിനകത്തേക്ക് എത്താൻ കഴിയും. പ്രത്യേകിച്ചും യുക്തിയുടെ സ്വാധീനം കൂടുതലുള്ളവർക്ക്, ബുദ്ധിയുടെ സ്വാധീനം കൂടുതലുള്ളവർക്ക്, ഒരുപാട് വൈകാരിക പ്രക്ഷുബ്ധത ഉള്ളവർക്ക്, ഒരുപാട് യാഥാസ്ഥിതിക ചിന്തയുള്ളവർക്ക്, ഇവരെയൊക്കെ വെച്ചാൽ രണ്ടും രണ്ടാണ് കേട്ടോ. യാഥാസ്ഥിതികർ ഒരു വശത്ത്, യുക്തിവാദികൾ ഒരു വശത്ത്. ഇതൊക്കെ ഒരു സ്പെക്ട്രത്തിന്റെ ഒരുപാട് ദൂരങ്ങളിൽ കിടക്കുന്നവയാണ്. പക്ഷെ ഈ വിധത്തില് സ്വാഭാവിക താളത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ പ്രാക്ടീസ് ഗുണപ്പെടും. അവർക്ക് ഇതിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് സമയമെടുക്കും, എങ്കിലും അവർക്കത് ഗുണപ്പെടും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ധ്യാന പരിപാടിയാണ്, യോഗ പരിപാടിയാണ് ചലധ്യാനം എന്ന് പറയുന്നത്. ചലധ്യാനത്തെ ഒളിമ്പസ് മുൻപോട്ട് വയ്ക്കുന്ന വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായ വഴിയിലോ ഡെവലപ്പ് ചെയ്യാം. അപ്പോ യോഗമാർഗത്തിനായിട്ട് ഇരുന്ന് സാധന ചെയ്തു പോകുന്ന ആളുകൾക്ക് അവർക്ക് അറ്റ്യൂൺ ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു മാർഗം കൂടെ ഉണ്ട് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഈ പരിപാടി നടത്തിയത്. ഇനി ഇതിന്റെ തുടർന്നുള്ള വിഷയങ്ങൾ നമ്മുടെ ഇതിൽ വരുന്ന ചോദ്യോത്തരയുടെ ഭാഗമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അതുവരേക്കും ഈ ഒരു പ്രാഥമിക അവതരണം നിങ്ങളുടെ അറിവിലേക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.